പഴം ഇരിക്കുകയാണെന്നത് ചിലപ്പോ തല്ലിന്ന് വരും. ഈ ആശി ഈ പുട്ടിന് തേങ്ങ ദേഷ്യം വരുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ കുണ്ട എന്നെ വിളിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ അവതാരികയായിട്ടുള്ള ഷാരിക നമ്മുടെ ജാസിയെ ഇന്റർവ്യൂ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? ഈ പുട്ടും കടലയും പോലെ പൊറാട്ടയും ബീഫും പോലെ സംഭവം കൊഴുക്കും. അതേ സുഹൃത്തുക്കളെ, അത് സംഭവിച്ചിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരും ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. രണ്ടുപേരും ഇടയ്ക്കിടെ അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ലൈവായി നിൽക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും ബിഗ് ബോസിലേക്ക് പോകുന്നൊരു കരക്കമ്പി കേട്ടിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ആർക്കറിയാം അല്ലെ. എന്തായാലും ഇവര് തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ അങ്ങ് കണ്ടു. മുമ്പ് രേണുസുതിയുമായുള്ള ഇന്റർവ്യൂ വിവാദമായ സമയത്ത് അതൊരു സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ ആയിരുന്നു എന്നുള്ളത് ഷാരിക തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജാസിയുമായിട്ടുള്ള ഈ ഇന്റർവ്യൂവും സ്ക്രിപ്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആ ഒരു മൈൻഡിലാണ് ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടു തീർത്തത്. എന്തായാലും ഈ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത്. എന്തായാലും കണ്ടുനോക്കാം. അതിനിപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ഓൾറെഡി ഞാൻ ഷാരികയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇന്റർവ്യൂവിൽ വന്നത്. ഞാൻ ഓൾറെഡി ഷാരികയുടെ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, ഭാഷ നല്ലതായിരിക്കണം, എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഒരു എന്താ പറയാ ഉന്തിക്കയറ്റം ആവരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഇരിക്കില്ല. എനിക്ക് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായാലും ഇറങ്ങി പോകേണ്ടി വരും. ഷാരികന്റെ ഇന്റർവ്യൂ ആകുമ്പോൾ മിനിമം ഒരു ഇറങ്ങിപ്പോക്കെങ്കിലും മസ്റ്റാണ്. ഇനി അഥവാ ജാസി ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ ഷാരിക ആയിട്ട് ഇറക്കിക്കോളൂ. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം പറഞ്ഞ് സെറ്റ് ആക്കിയോണ്ട് കുഴപ്പമില്ല. ഇറങ്ങി പോകാനാകുമ്പോൾ ഷാരിക തന്നെ പറഞ്ഞോളൂ. ജാസി ഒന്ന് അഭിനയിച്ച് നിന്നാൽ മാത്രം മതി. ജെസി പറ്റാത്ത ചോദ്യം താങ്കൾക്ക് ഇറങ്ങി പോകാം. പക്ഷേ ഹോട്ട് സീറ്റ് എന്ന ഷോയിൽ എന്നോട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടുന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്ന ഒരു ഷോ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ഗസ്റ്റിനോട് അവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, വരുന്ന ഗസ്റ്റിനോട് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാം ഷാരികനെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടാവല്ലോ. ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അത് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണം, എപ്പോ ഇറങ്ങി ഓടണം, അങ്ങനെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടാണല്ലോ അല്ലേ ഇന്റർവ്യൂ തുടങ്ങുന്നത് തന്നെ. രേണുസുതിയായിട്ടുള്ള ഡീലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ ജാസി വന്നിരുന്നിട്ട് ഷാരികയുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷാരിക എങ്ങനെയുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാം. എന്നോട് മാന്യമായി സംസാരിക്കണം, മാന്യമായി ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം ഇതെല്ലാം ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നുള്ളത്. ഇതൊക്കെ വേണമെങ്കിൽ ജാസിക്ക് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാമായിരുന്നല്ലോ. ഇന്റർവ്യൂ തുടങ്ങുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? വെറുതെ ആളെ പറ്റിക്കുള്ള പരിപാടിയാണ്. എന്ത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ആ ഒരു ചോദ്യം അനുസരിക്കും, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ഇവിടെ ഇരിക്കുക. അത് വരുന്ന ഗസ്റ്റിനെ പോലെ ഇരിക്കും. ഞാൻ പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ ജാസിക്ക് ശരിക്കും എന്നെ ഭയമുണ്ടല്ലേ? എന്തിന്? ഞാൻ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇൻട്രോ ഇപ്പൊ ആദ്യമേ തന്നെ. ശരി, ജാസിക്ക് ഷാരികയെ പേടിയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഷാരിക ജാസിയെ പേടിപ്പിക്കുന്നൊന്നും നന്നായിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ജാസിയുടെ പാർട്ണർ ആയിട്ടുള്ള ആശി പറഞ്ഞു തരും, അല്ലെങ്കിൽ ആശിയുടെ മുഖത്തെ പാടുകൾ കഥ പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലോ അല്ലെ. അതുകൊണ്ട് ഒരു കൈപ്പാടെങ്കിലും നിൽക്കുന്നതായിരിക്കും ഷാരികക്ക് നല്ലത്. സംഭവം സ്ക്രിപ്റ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ മനുഷ്യന്മാരുടെ കാര്യമില്ലേ, ഒന്നും പറയാൻ പറ്റൂല. അല്ല, ശരിക്കും ഹോട്ട് സീറ്റിന്റെ രീതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ശരിക്കും ജാസിയും അഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ട് സീറ്റ് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെ, അത് തന്നെയാണ് എനിക്ക് ഷാരികയോടും ചോദിക്കാനുള്ളത്. ഹോട്ട് സീറ്റ് എന്ന പരിപാടിയും വെച്ച് ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? ഞാൻ മാത്രമല്ല കേട്ടോ, ഇതിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് തുടങ്ങും പറയാം. ബാക്കി ഉണ്ടോക്കാം. നിങ്ങൾ എന്തിനാണ് ആഷിയെ തല്ലിയത്? ഞാൻ ആശി തല്ലിയതോ? ആശി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന് അങ്ങനെ അതെച്ചാ പുള്ളി വേറൊരു ലൈവിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ മുഖത്തിങ്ങളെ പാടുകൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് എനിക്കൊന്ന് ലൈവ് ചെയ്യുന്ന സമയത്തും ജെസിയുടെ മുഖത്തും ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആഷിക്കായിരുന്നു പരിക്കുകൾ കൂടുതൽ. അങ്ങനെയൊന്നുമില്ല. പരിക്കുകൾ കൂടുതൽ പറയുമ്പോ ഞാൻ എന്റെ ഒരു കൈയും ആശിയുടെ കൈയും വെച്ച് നോക്കിയാൽ അറിയാം ആർക്കാണ് പഞ്ച് കൂടുതൽ എന്നുള്ളത്. അല്ല, അതിപ്പോ ആശിന്റെ ആണെങ്കിലും ജാസിന്റെ ആണെങ്കിലും പഞ്ചൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് വിട്. എന്തായാലും അന്ന് രണ്ടാളും കൂടി അടിയോട് അടിയായിരുന്നു എന്ന് സാരം. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ എന്റെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല. അതിന് അവരെ ഉപദ്രവിക്കുവോ? ചിലപ്പോൾ ഉപദ്രവിച്ചു തരും. കാരണം അത് രണ്ട് മുഖമല്ല, അത് എന്റെ പേഴ്സണാലിറ്റി, എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എന്റെ സ്നേഹിക്കുന്ന ഒരാള് വേറൊരു പെണ്ണിനെ തേടി പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ പറ്റില്ല. പലവരും വീടിന് മുമ്പിൽ പറയായിരിക്കും നമുക്ക് നമ്മളെ പങ്കാളികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാതെ ഞാൻ ഒരു ചാൻസ് കൊടുക്കത്തില്ല. എന്നെ ചതിച്ചാൽ ഞാൻ ഇരിക്കും, പിന്നെ ഞാനൊരു സെക്കൻഡ് ചാൻസ് പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആശി ജാസിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്താ പറയുന്നത് വല്ല ബോധമുണ്ട് ജാസിക്ക്? സെക്കൻഡ് ചാൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജാസി വീണ്ടും ആശിയെ സ്വീകരിച്ചത്? വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞോട്ടെ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എന്റെ
മൈൻഡിൽ എനിക്ക് വേറെ ഒന്നുമില്ല. കാരണം എന്റെ ലൈഫ് പിന്നെ അങ്ങോട്ട് ഇല്ല എന്നുള്ളൊരു, കാരണം അത്രമേൽ ഞാൻ സ്നേഹിച്ച വ്യക്തി വേറൊരാൾക്ക് പോയി, ഇനി ആ ആൾ എന്റെ ലൈഫിൽ ഇല്ല എന്ന് തോന്നിയപ്പോൾ എനിക്കുണ്ടായ ഒരു അവസ്ഥയാണ് അത് അവിടെ കാണിക്കുന്നത്. അത് എനിക്കെന്നല്ല, എന്നിലൂടെ പലവരും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞങ്ങളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ആൾ പോയാലും, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം, ഇപ്പൊ എത്രയോ കോമഡി പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊക്കെ ചെറിയ ഇങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ ഭാര്യയുടെ പെൺസുഹൃത്ത് വരുന്നു, അവരുടെ മിങ്കിൾ ചെയ്യുന്നു, സ്വന്തം ഭാര്യ അതിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു, പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ ഭാര്യ അവനെ അടിക്കുന്നു, തല്ലുന്നു. അത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത്. അത്ര ശരി, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം അടിക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള സ്നേഹം. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്തായാലും സ്നേഹത്തെ കുറിച്ചുള്ള ജാസിയുടെ കോൺസെപ്റ്റ് കൊള്ളാം. എന്തായാലും ആശിക്ക് ഇനി ഭാവിയിൽ ഒരുപാട് അടിയും കടിയും ഒക്കെ ഏറ്റു വാങ്ങേണ്ടി വരുമെന്ന് സാരം. ബാക്കിയോട്ട് നോക്കാം. പിന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആയി, പിന്നീട് എന്തായിരുന്നു നിങ്ങൾ റീയൂണൈറ്റ് ചെയ്യാനുള്ള റീസൺ? പിന്നെ ആൾക്ക് മനസ്സിലായി എന്താണ് കാര്യങ്ങൾ മനസ്സിലായി, പിന്നെ ആ പോയ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് ആൾക്ക് മനസ്സിലായി. എല്ലാം ഓക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഉമ്മാന്റെ ഫോണിലേക്കാണ് ആശി വിളിക്കുന്നത്, എനിക്ക് തന്നെ കാണണം, സംസാരിക്കണം, ഞാൻ ട്രാപ്പ് ആയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പോയി സംസാരിച്ചു, എന്റെ ബിൽഡിങ്ങിന് താഴത്ത് വന്നു, ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ആണ് അവൻ പറഞ്ഞത് എനിക്ക് ഞാൻ ട്രാപ്പായി പോയത് ജാസി, എനിക്ക് നീലാണ്ട് പറ്റില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ റീജോയിൻ ആയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. പിന്നെ ഫ്രണ്ട്സിനെ പറഞ്ഞു എന്താണ് തെറ്റ് പറ്റിയിട്ട് അവൻ തിരിച്ചിങ്ങോട്ട് വന്നത് നിന്നോട് ചോദിച്ചില്ല, അപ്പൊ പിന്നെ നീ ഒരു അവസരം കൂടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു അവസരം കൊടുക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇനി ഒരു അതുണ്ടായാലും ഒരിക്കലും ഞാൻ ഒരു അവസരം കൊടുത്തിരുന്നു വരില്ല. അതെ, അങ്ങ് തട്ടിക്കളയും അല്ലേ? അതെന്താണ് ജാസി അങ്ങനെ ഒരു വർത്താനം? ആശയെ തീരെ വിശ്വാസമില്ലാത്ത പോലെ. ആശി ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? സെക്കൻഡ് ചാൻസ് തരാൻ തീരെ ആഗ്രഹമില്ലാത്ത ആളാണ് ജാസി. എന്നിട്ടും നിനക്ക് ഒരു സെക്കൻഡ് ചാൻസ് തന്നു. ഇനിയും ജാസിയെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ? ജാസി നിന്നെ നല്ലോണം ഒന്ന് സ്നേഹിക്കും. മുമ്പ് ഒരു തവണ ജാസി സ്നേഹിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ഇനിയൊരു സ്നേഹം കൂടി നീ താങ്ങില്ല. അതുകൊണ്ട് നോക്കിയും കണ്ട് നിന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളും എന്നാണ് ജാസി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 30 മിനിറ്റോളം ഉള്ള ഈ ഇന്റർവ്യൂ 28 മിനിറ്റോളം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്റർവ്യൂ സമയം കയ്യാറായെന്ന് കണ്ട് ജാസിയും ഷാരികയും എന്താക്കി, പെട്ടെന്ന് അങ്ങോട്ട് ഗിയർ മാറ്റി. രണ്ടുപേരും കൂടെ 2 മിനിറ്റ് പൊരിഞ്ഞടിയായിരുന്നു. അതും കൂടെ കണ്ട് നമുക്ക് നിർത്താം. നിങ്ങൾ വന്നിരുന്നപ്പോ തന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. എന്റെ ഒരു ഹോട്ട് സീറ്റിന്റെ കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം മുൻകൂട്ടി ഇയാളെ പേടിച്ചിട്ട് അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളത്. കാരണം കൊമ്പുണ്ടോ? അല്ല ഇയാൾ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറക്കാനാണ് നിങ്ങൾ അങ്ങനെ എന്റെ മുന്നിൽ കൊണ്ടിട്ട്. ഞാൻ ഇതാ എനിക്ക് ദേഷ്യം വന്നത് ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ്. സഭ്യതയോടെ പെരുമാറുക. ഞാൻ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് ഷാരിയോടാണ് പറയുന്നത്. ഞാൻ എന്ത് സഭ്യതയാണ് കുറവാണ് ഇവിടെ കാണിച്ചത്? നിങ്ങൾ വന്നപ്പോഴേ നിങ്ങളെ പ്രകോപിപ്പിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് എന്നോട് പറയുകയാണ്. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ മുമ്പ് എന്താണ് ഇത്ര പറയാനുള്ളത്? ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെന്തോ പഴം വിഴുങ്ങി ഇരിക്കുകയാണെന്നത്. കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? അങ്ങനെ പലതും പറയും, പഴം വിഴുങ്ങി ഉത്തരം മുട്ടുമ്പോഴല്ല എനിക്ക് ഉത്തരം മുട്ടേണ്ട ആവശ്യമുള്ളത്. ഇയാൾ പറഞ്ഞ പൊട്ടത്തര ചോദ്യങ്ങൾക്ക് ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ട്നസ് വാരി തരാനല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പാറ്റ് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഹോട്ട് സീറ്റ് ആണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. അതെ, അത് മനസ്സിലായോ? അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും, തല്ലാനിത്തിരി പൊളിക്കും. അല്ല, ഒരു മിനിറ്റ് ഞാൻ കണ്ടേ. ഒരു മിനിറ്റ്, ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെയും മുൻകൂട്ടി ഇത് ഇങ്ങനെ പറയുന്നത് ഇയാൾ ആഷിന്റെ കാര്യം അങ്ങ് വിട്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ആഗ്രഹിച്ച കാര്യമാണ് ഇത്. കുറെ ആഗ്രഹിച്ച മര്യാദ ഉള്ളതുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾ സ്ത്രീയാണെന്നല്ലേ പറഞ്ഞത്. ഇതിനു മുമ്പ് നിങ്ങൾ ഷാരിഖ് എന്തായാലും നന്നായി അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ജാസി ഇത്ര പോരാ. ജാസിക്ക് നല്ലോണം ചിരി വരുന്നുണ്ട്. അഭിനയിക്കുകയാണെന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും. ഇങ്ങനെയുള്ള അവതാരം പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ചാനലുകാരോടും അവതാരികമാരോടും അതുപോലെ ഇതേപോലെയുള്ള ഇന്റർവ്യൂകൾ അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങുന്ന ജാസിയോടും രേണുവിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കും. ഔട്ട്ഡേറ്റഡ് ആയ സ്ട്രാറ്റജിയാണ് ഇതൊക്കെ. എത്ര കാലമായി ഈ സെയിം പാറ്റേണിൽ ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങിയിട്ട്? മടുപ്പാവുന്നില്ല നിങ്ങൾക്ക്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ആ ജാസിയെ കൊണ്ട് നന്നായി അഭിനയിപ്പിക്കെങ്കിലും ചെയ്യാമായിരുന്നു. അതിന് പോലും വയ്യെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണം. കള്ളത്തരാണെങ്കിലും അതൊന്നും വൃത്തിക്ക് ചെയ്തൂടെ? എന്തായാലും ഈ ഇന്റർവ്യൂവിൽ ജാസി ഷാരിഖയുടെ മേത്തേക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന്റെ മെയിൻ പോർഷനിൽ അത് കാണിച്ചിട്ടില്ല കേട്ടോ. അല്ല, ഒരാളെ ദേഹത്തെ വെള്ളം ഒഴിക്കുമ്പോൾ ഷാരിഖ് തിരിച്ച് നല്ല റിയാക്ഷൻ ഇടണല്ലോ. മേ ബി അത് വിചാരിച്ച പോലെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം കട്ട് ചെയ്ത് കളഞ്ഞത്. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.